ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും പ്രത്യേകമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഷെയറിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പറയാതെ ഈ സമയത്ത് പറയാം? അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഓരോ സമയത്തും ഓരോ ഷെയർസിലായിരിക്കും ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യത. എല്ലാ സമയത്തും എല്ലാ ഷെയറും കയറണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ സമയത്തും എല്ലാ ഷെയറും ഇറങ്ങണമെന്നില്ല. അപ്പോൾ ചില പെർട്ടിക്കുലർ പോയിന്റ്സ് അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞാൽ ചില ഷെയർസ് കുതിച്ചുചാട്ടം നമ്മൾ ഗ്രാഫ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ചില ഏരിയ കഴിഞ്ഞാൽ ചില ഷെയർസ് ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതുവരെ ആ ഷെയർ ശാന്ത സ്വഭാവമായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ റിലയൻസ് ഷെയറാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. എന്തുകൊണ്ടാണ് ഈ സമയത്ത് റിലയൻസ് ഷെയർ ഉയരാനായിട്ട് പോകാനായിട്ട് സാധ്യത, ഏത് ലെവലിൽ താഴെ വന്നാലാണ് അത് റിസ്ക് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണിത്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ ബ്രോക്കറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഇൻട്രാഡേ ചാർട്ടാണ്. നമ്മൾ ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിരിക്കും ഒരു വർഷമായിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസോളിഡേഷൻ റേഞ്ച് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഈ കൺസോളിഡേഷൻ റേഞ്ച്. കണ്ട, ഈ റേഞ്ചിനുള്ളിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു വർഷമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ കണ്ട 25 ജൂലൈ ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 25 ജൂലൈ തൊട്ടിട്ട് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സ് വരെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് എന്ന് വെച്ചാൽ കൺസോളിഡേഷൻ റേഞ്ച് എന്ന് വെച്ചാൽ മുകളിലത്തെ റേറ്റ് 3026 താഴത്തെ റേറ്റ് മുകളിലെ റേറ്റ് 3026 മുകളിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഏകദേശം ഈ വർഷം അതായത് 2024 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം താഴേക്ക് 2760 താഴേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം അത്യാവശ്യം ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ റേറ്റ് പറയുന്നത് 3130 ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ഷെയറിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. ഷെയറിൻ്റെ വിലയിലെ വ്യത്യാസം നമ്മൾ നോക്കിയാൽ ആണെങ്കിൽ ലാസ്റ്റ് 3 ട്രേഡിംഗ് ദിവസം കൊണ്ട് ഏകദേശം ഒരു 200 രൂപയിൽ കൂടുതൽ, കാരണം ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 200 രൂപയിൽ കൂടുതലാണ് ലാസ്റ്റ് 3 ട്രേഡിംഗ് ദിവസം കൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ നിക്ഷേപകർക്ക് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 രൂപ. പക്ഷേ ഈ വർഷം നമ്മൾ എടുത്തു നോക്കിയാൽ ഏകദേശം ഈ വർഷം തുടങ്ങുന്നത് ഇവിടെയുണ്ട് 2024 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 2000 അപ്പോൾ റേഞ്ച് ഏകദേശം 2700 ആ സമയത്തുള്ള ആ റേറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 500 രൂപയുടെ അടുത്താണ് ഈ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസ് കയ്യിലുള്ളവർക്ക് കിട്ടിയത് ലാഭം എന്ന് പറയുന്നത് ഏകദേശം 500 രൂപയിൽ കൂടുതൽ. അപ്പോൾ ഇത്രയുമാണ് ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുകൂടെ ടെക്നിക്കലാണ് നമ്മൾ പറയുന്നത്, അതുകൂടാതെ ഫണ്ടമെൻ്റൽ ബേസ് ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോകാം. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ അറിയാം കൃത്യമായ ഒരു കൺസോളിഡേഷൻ, അതായത് ഓരോ കൺസോളിഡേഷൻ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റിലയൻസ് ഷെയർ
കയറിക്കൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കിയാൽ അറിയാം. ഏകദേശം നമുക്ക് വീക്കിലി ചാർട്ട് 2018 ശേഷമുള്ള വീക്കിലി ചാർട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് 2018. ഇവിടെ നോക്കിയാൽ അറിയാം 2018 ഇവിടെ കണ്ട 2018. ഈ 2018 ശേഷം കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച്. കൺസോളിഡേഷൻ മീൻസ് ഒരു നാരോ റേഞ്ച് ട്രേഡ് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തു, മുകളിലേക്ക് പോയി, വീണ്ടും ഒരു റീടെസ്റ്റ് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനു ശേഷമുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ റേഞ്ച് കിട്ടും ഏകദേശം 2021. ഈ 2020 ശേഷം 2021 ആ പകുതി വരെ കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഫോം ചെയ്തു, ബ്രേക്ക് ഔട്ട് കിട്ടി, വീണ്ടും ആ കൺസോളിഡേഷൻ്റെ അവിടെ ഒരു റീടെസ്റ്റും വന്നു. വീണ്ടും നമുക്ക് പോയി നോക്കാം. വീണ്ടും നോക്കിയാൽ ഒരു ബഡ കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ടാണ്. കണ്ട ബഡ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം ഇവിടെ കൺസോളിഡേഷൻ ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ച് നോക്കി ഇതൊരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. അതൊരു ബഡ വലിയ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു അത്. ആ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ റേഞ്ച് വന്നു, അതിനുശേഷം ബ്രേക്ക് ഔട്ട് ചെയ്ത്. ഇവിടെ 2 കണ്ടീഷനാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി നോക്കിയപ്പോൾ 2014 ഇപ്പോൾ ജൂൺ മാസം, അപ്പോൾ ഏകദേശം 6 മാസത്തെ കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണിത്. ഇൻട്രാഡേ ചാർട്ട് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ, അതൊന്നാമത്തെ കാര്യം, ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. രണ്ടാമത്തേത് വെച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോ എന്ന കമ്പനി അതിൻ്റെ താരിഫ് റേറ്റ് അല്ല ടെലിഫോൺ താരിഫ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് ബ്രേക്ക് ഔട്ടിന് സഹായിച്ച അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ടിനെ ഉന്തി തള്ളിവിട്ട മറ്റൊരു കാരണമാണിത്. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന കാരണങ്ങൾ. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് നിലനിൽക്കുന്ന കാരണം, ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ആ ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള ഫണ്ടമെൻ്റൽ കാര്യമാണ് ജിയോ എന്ന അതിൻ്റെ റേറ്റ് ഹൈക്ക് ചെയ്ത്. അപ്പോൾ വരും ദിവസങ്ങളിൽ റിലയൻസിലായിരിക്കും മിക്കവരുടെയും ശ്രദ്ധ. കാരണം ഇന്ത്യയിലെ ഒരു ഏകദേശം 1-ാം നമ്പറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അധികം ഫ്രോഡുകളൊന്നും സൃഷ്ടിക്കപ്പെടാത്ത കമ്പനിയാണ്. അത്യാവശ്യം ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. അതുകൂടാതെ നിഫ്റ്റി 50-ലുള്ള കമ്പനി. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ന്യൂസ് ബേസ് വരാനുള്ള സംഗതി ആയതുകൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ റിലയൻസിലാണ്. അപ്പോൾ നമുക്കും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, റിലയൻസ് എന്ന് പറയുന്ന ഷെയർസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കി കഴിഞ്ഞു. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി നിൽക്കുന്നു. വീക്കിലി ചാർട്ടിലും നമ്മൾ ഒരു കൺസോളിഡേഷന് മുകളിൽ ഇപ്പോൾ നിൽക്കുന്നു. ഇത് നമുക്ക് നോക്കിയാലാണ് ഈ ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഞാൻ വരച്ച ഈ സംഗതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ട ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു വ്യക്തി പരിഗണിക്കുകയാണെങ്കിൽ മേ ബി അവൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക്കുന്നത് 2850. ഇവിടെ അവന് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇത് കയ്യിൽ വയ്ക്കാൻ 2850 സ്റ്റോപ്പ് ലോസ്. അവിടെ നല്ലൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. അത് ഒരു സിംഗ് അല്ലെ ഒരു ഷോർട്ട് ടേം പീരീഡുള്ള ഒരാൾക്കാണ് ഈ പറയുന്നത്. അതായത് ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ടുള്ള കാറ്റഗറി 2850 ടാർഗറ്റ് നമുക്ക് പറയാനായുള്ള. റിലയൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഇനിയും വീണ്ടും കയറി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യുകയാണ് ഇതിൽ ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു മീഡിയം ടേമിലേക്ക്, ഒരു വീക്കിലി ചാർട്ട് വ്യൂ എടുത്തിട്ട് ഒരു മീഡിയം ടേമിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിയ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഈ റേഞ്ചാണ്. ഏകദേശം 2700 ആ റേഞ്ച്. 2700-ൽ താഴേക്ക് സ്റ്റോപ്പ് വരികയാണെങ്കിൽ അവിടെ അവന് അവിടെ ഉള്ള നഷ്ടം സഹിച്ചിട്ട് വിറ്റുമാറുന്ന വിധത്തിൽ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയുള്ള സപ്പോർട്ട് ഏരിയയാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് ഇവിടെ ഒന്നാമത് ഈ കൺസോളിഡേഷൻ്റെ താഴെയാണിത്. അതുകൂടാതെ ഇവിടെ ഒരു കൺസോളിഡേഷൻ കണ്ട ഒരു ചെറുത്, അതിന് ആ റേഞ്ചാണ് ഈ 2700 എന്ന് പറയുന്ന ആ റേഞ്ച്. അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് പരിഗണിച്ചുകൊണ്ട് ഒരു മീഡിയം ടു ലോങ് ടേം ഉള്ള വ്യൂ ഉള്ള ഒരാൾക്ക് ഇത് കയ്യിൽ വയ്ക്കാവുന്നതാണ്. കയ്യിലുള്ളവർക്ക് ഇതിന് താഴെ വന്നാൽ ഇത് വിറ്റുമാറാവുന്ന രീതിയിലും പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് സൂട്ടബിളാണ്. അതായത് സ്റ്റോപ്പ് ലോസ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഷോർട്ട് ടേം വ്യൂ ഉള്ള ആളുകളുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അത് പ്രോഫിറ്റ് എടുത്ത് മാറുക, അവൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റും കുറവായിരിക്കും. ഒരു മീഡിയം ടു ലോങ് ടേം ആയിരിക്കണമെങ്കിൽ
കുറച്ചും കൂടി വൈഡ് റേഞ്ച് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ്റെ സ്റ്റോപ്പ് ലോസും വൈഡ് റേഞ്ച് ആയിരിക്കും. അപ്പോൾ മീഡിയം ടു ലോങ് ടേം ഉള്ള ഒരാൾക്കാണെങ്കിൽ 2700 SL ക്രിയേറ്റ് ചെയ്തിട്ട് റിലയൻസ് കയ്യിൽ വയ്ക്കാവുന്നതാണ്. 2 കാരണങ്ങളാണ് വന്നത്. ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ആ ബ്രേക്ക് ഔട്ട് സംഭവിക്കാനുള്ള കാരണങ്ങൾ പോസിറ്റീവ് ന്യൂസാണ്. കമ്പനിക്ക് വരുമാനം ഉണ്ടാകുന്ന ഒരു ജിയോയുടെ ഒരു ഹൈക്കാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിൽ റിലയൻസിൽ എല്ലാവരും തള്ളിക്കയറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്താൽ അത് നല്ലതാണ്. അല്ലാതെ കൂടുതൽ കയറി പോയതിന് ശേഷം വീണ്ടും അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര നല്ലതല്ല. അപ്പോൾ ഇപ്പോൾ സീറ്റ് ഉണ്ട്. അപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കയറിയിരിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് റിലയൻസ് ഷെയറിനെ കുറിച്ച് പറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചിന്തിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു നന്മ ചെയ്യുക. അതായത് നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തിനും കൂടി ഇതൊന്ന് ഫോർവേഡ് ചെയ്താൽ അവനും ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.